ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നുണ്ടല്ലോ, കുറേ പേർക്കുള്ള ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കുറേ പേർക്കുള്ള സംശയമാണ് ടർബോനെ കുറിച്ചിട്ട്. ടർബോ എങ്ങനെ കംപ്ലൈൻ്റ് ആയെന്ന് മനസ്സിലാക്കാൻ പറ്റും, എന്തെല്ലാം സിംറ്റംസ് ആണ് ടർബോ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ വിഷയങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നതാണ്. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ, വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. നല്ല വീഡിയോ ആണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ്, ഈ കാണുന്ന സംഭവം കേട്ടോ, ഈ ടർബോ എന്ന് പറയുന്നത്, ഈ ടർബോ ചാർജർ എന്ന് പറയുന്ന ഒരു അസംബ്ലി, ടർബോ ചാർജർ അസംബ്ലി എന്ന് പറയുന്നത് ഇത്രയും സാധനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹോൾ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഈ രണ്ട് ഹോൾസ് കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ശരിക്കും ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ പോർഷനിൽ ഒരു ചെറിയൊരു ഹോൾ കണ്ടിട്ടില്ലേ, അങ്ങനെ 3 ഹോൾസ് ഉണ്ട്. അപ്പോൾ എന്തിനാണെന്നൊക്കെ നമുക്ക് വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് എല്ലാവരും ടർബോനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ, ഈ ടർബോ ചാർജർ എന്ന് പറയുമ്പോൾ ഒരു നോർമൽ വണ്ടിക്ക്, ഒരു ബീറ്റ് ആണെങ്കിൽ പോലും 80,000 അല്ലെങ്കിൽ അതിലധികമോ, നോർമൽ സ്റ്റാർട്ടിങ്ങിൽ ഒന്ന് ഓടി തുടങ്ങുമ്പോൾ തന്നെ 80,000 റൊട്ടേഷൻ പെർ മിനിറ്റ് RPM വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ടർബോ എന്നുള്ളത്. ഈ ഹൈ സ്പീഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കൂടിയ ക്ലാസ് വണ്ടി വരുമ്പോൾ 2 ലക്ഷം കിലോമീറ്റർ, 2 ലക്ഷം റൊട്ടേഷൻ പെർ സെക്കൻഡ്, അതായത് RPM 2 ലക്ഷം RPM മുകളിൽ വരെ ആക്ച്വലി ടർബോ വർക്ക് ചെയ്യുന്നുണ്ട്. അത്രയും സ്പീഡിൽ റൊട്ടേഷൻ ചെയ്യുന്ന ടർബോ ആയതുകൊണ്ട് തന്നെ, ടർബോ എല്ലാ ടർബോ ചാർജറുകളും അത്രയും സ്പീഡിന് മുകളിലേക്ക് റൊട്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന എൻജിൻ ഓയിലിൻ്റെ ഒരു ഓയിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ആ ഓയിൽ സപ്ലൈ ഉള്ളിലേക്ക് കൊടുക്കുന്ന ഒരു പൈപ്പ് കേട്ടോ, ഉള്ളിലേക്കും പുറത്തേക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുകളിൽ കണ്ടില്ലേ, ഈ പൈപ്പിൽ കൂടെ ഇങ്ങനെ ഓയിൽ സപ്ലൈ കയറിയിട്ട് ഇതിങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇതിൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ ഉള്ളിലുള്ള സംഭവം ഉണ്ടല്ലോ, ഇതിന് ഈ ഒരു ഹോളിലേക്ക് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലൊരു ഫാൻ പോലത്തെ, ചെറിയൊരു ഫാൻ പോലത്തെ ഒരു സംഭവം ഈ 2 പോർഷനിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ എക്സോസ്റ്റ് ഗ്യാസ്, വണ്ടിയുടെ നമ്മളെ ഫ്യൂവൽ 4 സിലിണ്ടറുള്ള വണ്ടി ആയിക്കോട്ടെ, 3 സിലിണ്ടറുള്ള വണ്ടി ആയിക്കോട്ടെ, ഏത് വണ്ടിയാണെങ്കിലും ഫ്യൂവൽ കത്തി കഴിഞ്ഞ് എക്സോസ്റ്റ് പോകുന്ന ഗ്യാസ് ഉണ്ടല്ലോ, ഈ പോർഷനിലൂടെ കയറിയിട്ട് ഈ സൈഡിലുള്ള ആ ഒരു ഫാൻ പോലത്തെ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ കോർ എന്ന് പറയും, ഈ കോറിനെ റൊട്ടേറ്റ് ചെയ്താൽ നല്ല ശക്തിയായിട്ട് ഊതിയാൽ ഇത് കറങ്ങില്ല. അത്രയും പവറിലുള്ളൊരു കമ്പഷനാണ്, ആ ഒരു എക്സോസ്റ്റ് ഗ്യാസിനാണ് ഇതിനെ കറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള പവർ എഞ്ചിനുണ്ടെങ്കിൽ, കമ്പഷൻ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഇമ്പലർ, ഈ ഒരു ഫാൻ അല്ലെങ്കിൽ ഈ ഒരു കോറിൻ്റെ ഈ ഒരു പോർഷൻ ശരിക്കും നല്ല പവറിൽ കറങ്ങും. ടെക്നിക്കലായിട്ടുള്ള വേർഡ്സ് ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ക്ലിയർ ആയിട്ട് ഈ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഒരു ഫാനിനെ കൃത്യമായിട്ട് കറക്കി കഴിഞ്ഞിട്ട് ഈ ഗ്യാസ് എന്ത് ചെയ്യും, ഇതിലൂടെ എൻട്രി ആവുന്ന ഗ്യാസ് ഈ ഒരു സൈഡിൽ കൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യും. വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഫുൾ ത്രോട്ടിൽ ഇത് കറങ്ങി കഴിയുമ്പോൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്തേക്കാട്ടോ. ഇതിൻ്റെ സെൻറ്ററിൽ കാണുന്ന ഭാഗത്ത് ഈ കണക്ഷൻ ഉണ്ട്, ഇത് ഒരു വലിയ പീസാണ് വരുന്നത്. അപ്പോൾ ഇത് കറങ്ങി കഴിയുമ്പോൾ ഈ സൈഡിൽ നിന്നുള്ള എയർ എന്ത് ചെയ്യുന്നത് അറിയോ, നമ്മുടെ എയർ ഫിൽറ്ററിൽ നിന്നുള്ള എയർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ എയർ ഫിൽറ്ററിൽ നിന്നുള്ള എയറിനെ നന്നായിട്ട് മാക്സിമം കംപ്രസ് ചെയ്ത് കറക്കി നല്ല ഫോഴ്സിൽ നമ്മുടെ എൻജിനിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഈ ടർബോ യൂസ് ചെയ്യുമ്പോൾ വണ്ടിക്ക് ഉണ്ടാകുന്ന ഗുണം. അതായത് ഇപ്പോൾ നമ്മൾ മുമ്പൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പെട്രോൾ വാഹനങ്ങൾ, ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്ത CD അടക്കം 2000 cc എഞ്ചിൻ, അല്ലെങ്കിൽ 1.8 ലിറ്റർ, ഇപ്പോൾ ഫോർഡ് ഐക്കണൊക്കെ 1.8 ലിറ്റർ, നമ്മുടെ ബലെനോ ആണെങ്കിൽ 1.6 ലിറ്റർ, 1500 cc മുകളിലുള്ള എഞ്ചിനായിരുന്നു പെട്രോൾ എഞ്ചിനുകളിൽ. അത്യാവശ്യം പവറുള്ള വണ്ടികൾ ആ ഒരു അത്രയും CC എങ്കിലും. ടർബോ കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻജിൻ CC മാക്സിമം കുറയ്ക്കാൻ കഴിഞ്ഞു. 4 സിലിണ്ടർ എന്നുള്ളത് 3 സിലിണ്ടർ ആക്കാൻ പറ്റി. അപ്പോൾ മാക്സിമം ആ ഒരു 1 ലിറ്റർ എഞ്ചിനാണെങ്കിലും 1.2 ലിറ്റർ എഞ്ചിനാണെങ്കിലും 1.3 ലിറ്റർ എഞ്ചിനാണെങ്കിലും മാക്സിമം കംപ്രസ്ഡ് എയർ കയറുന്നതുകൊണ്ട് മാക്സിമം പവർ, ചെറിയ എഞ്ചിനാണെങ്കിൽ പോലും മാക്സിമം പവർ ജനറേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പോൾ ഉള്ള ഒരുപാട് എഞ്ചിനുകൾ, ഇപ്പോൾ മാക്സിമം നമ്മൾ ടാറ്റയുടെ വണ്ടികളിലൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന 1.2 ലിറ്റർ ടർബോ ചാർജർ 3 സിലിണ്ടർ എഞ്ചിൻ വെച്ചിട്ടാണ് ഇത്രയും വലിയ വണ്ടികളൊക്കെ അലക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വണ്ടി സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്ത് എയർ കയറുമ്പോൾ നോർമൽ ഒരു വാഹനത്തിൽ 1000 cc ഉള്ള വാഹനത്തിൽ 1000 ക്യൂബിക് കപ്പാസിറ്റി ഗ്യാസ് ഫ്യൂവൽ മിക്സറാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ ടർബോ ചാർജർ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് കംപ്രസ് ചെയ്തിട്ട് ഈ എയറിനെ കുത്തി കയറ്റി ഫ്ലെയിം ചെയ്യിക്കാനും മാക്സിമം പവർ ജനറേറ്റ് ചെയ്യിക്കാനും ഒരു എഞ്ചിന് കഴിയും. സിമ്പിളായിട്ട് പറയാൻ വേണമെങ്കിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ട് തന്നെ
ഈ ഒരു ഓയിൽ സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഈ ഓയിൽ സപ്ലൈ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ടർബോ ഒരുപാട് വലിപ്പിച്ച് ഓടിക്കുന്ന ആൾക്കാർ വണ്ടി ഡീസൽ വണ്ടിയാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് രാവിലെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ വണ്ടി എടുത്ത് അപ്പോൾ തന്നെ റേസ് ചെയ്തിട്ട് വണ്ടി എടുത്ത് ഓടിച്ച് പോകുന്ന ശീലമുള്ള ആൾക്കാരാണ്. ഞാനൊക്കെ എൻ്റെ വണ്ടി യൂസ് ചെയ്യുമ്പോൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 മിനിറ്റ് കറക്റ്റ് 60 സെക്കൻഡിലും വണ്ടി സ്റ്റാർട്ടിങ്ങിൽ സ്ലോ സ്പീഡിലും ആ ഓയിൽ എല്ലാ ഭാഗത്തേക്കും സർക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത്തരത്തിലൊന്നും ശ്രദ്ധിക്കാതെ വണ്ടി യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറേ അങ്ങോട്ട് ഓടിച്ച് കഴിയുമ്പോൾ കൂടുതൽ ടർബോ പ്രഷർ ചെയ്ത് ഓടിക്കുക, അങ്ങനെ കുറേ അങ്ങോട്ട് ആയി കഴിയുമ്പോൾ ഈ ടർബോയുടെ കോർ ഉണ്ടല്ലോ, അതായത് ഈ സെൻറ്ററിൽ കാണുന്ന കോർ, ഈ കോറിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ കോറ് ഇളക്കി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളക്കമൊന്നുമില്ല. കാരണം അത് ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കുന്നത്. ഇത് കുറേ ശ്രദ്ധിക്കാൻ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോറിന് ചെറിയ ഇളക്കം വരും. ഇവിടെയുള്ള ഓയിൽ സീലുകൾ വീക്കാവും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിൻ ഓയിൽ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സർക്കുലേഷനുള്ള എഞ്ചിൻ ഓയിൽ ഈ കംപ്രസ് ചെയ്ത എയർ നമ്മുടെ എഞ്ചിൻ്റെ കമ്പഷൻ ചേമ്പറിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കയറി ഇൻ്റർകൂളറിൽ പോയി ഇൻ്റർകൂളറിൽ നിന്ന് ഓയിൽ കയറി എഞ്ചിനിൽ കത്തും. ചില വണ്ടികൾ നോക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ഓവർ റേസ് ചെയ്യാൻ പാടില്ല എന്ന് പറയില്ലേ. നമ്മൾ ഡിസയറൊക്കെ പിന്നെ ലാസ്റ്റ് ചെയ്യുന്നൊരു ഡിസയർ കത്തിപ്പോയിരുന്നു. അപ്പോൾ നമ്മൾ ഓവർ ത്രോട്ടിൽ കൊടുത്ത് റേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരിക്കും ടർബോ കംപ്ലൈൻ്റ് ആയി കുറേ ഓടിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാണ്ട് പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാണ്ട് വരുമ്പോൾ ഈ ഇൻ്റർകൂളറിലൊക്കെ ഒരുപാട് ഓയിൽ ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അത് കയറി എഞ്ചിനിൽ കയറി കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ അടക്കം എല്ലാം കരിഞ്ഞു പോകും. കാരണം അത്രയ്ക്കും ഈ ഫ്യൂവൽ ഉള്ളതിനേക്കാളും ടെമ്പറേച്ചറും കൂടുതലായിരിക്കും ഈ ഓയിലും കൂടി കയറി കത്തുമ്പോഴുള്ള ആ ഒരു വരുന്ന ഈ കമ്പഷൻ ചേമ്പറിനകത്ത് വരുന്ന ടെമ്പറേച്ചർ. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയും റൊട്ടേഷൻ ചെയ്യുന്ന ഈ ഒരു ടർബോ വീക്ക് ആവാതെ കംപ്ലൈൻ്റ് ആവാതെ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രോപ്പറായിട്ട് ഡീസൽ വാഹനങ്ങളാണെങ്കിൽ മിനിമം ഒരു 7000 8000 കിലോമീറ്ററിനുള്ളിൽ കൃത്യമായി ഓയിൽ ചേഞ്ച് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരമെങ്കിലും സ്റ്റാർട്ടിങ്ങിലിട്ട് ഓയിൽ സർക്കുലേഷൻ ആയതിനു ശേഷം മാത്രം വണ്ടി ഓടിച്ച് പോകാൻ ശ്രമിക്കുക. പ്രോപ്പറായിട്ട് വണ്ടിക്ക് ഓവർ സ്മോക്കിംഗ്, ഈ ടർബോ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറായിട്ടുള്ള സ്മോക്ക് നമുക്ക് തോന്നും. വൈറ്റ് കളറിലുള്ള ലൈറ്റ് വൈറ്റ് കളറിലോ ചാര കളറിലോ അല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് കളറിലോ കട്ട സ്മോക്ക് വന്നു തുടങ്ങും. ടർബോയ്ക്ക് വിസിലിംഗ് നോയ്സ്, ടർബോ നമ്മൾ റേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ സ്ലോ സ്പീഡിലിട്ട് 5000 കിലോമീറ്ററിന് RPM മുകളിലേക്ക് വണ്ടി റേസ് ചെയ്യുമ്പോൾ ഒരു വിസിലടിക്കുന്ന പോലെ നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ടർബോ ചെക്ക് ചെയ്യുക. ടർബോ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം മാറ്റി വയ്ക്കുക. ഇതിപ്പോൾ ഒരു സ്വിഫ്റ്റിൻ്റെ ടർബോ കേട്ടോ ഇതിൻ്റെ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡീസൽ വാഹനങ്ങളാണെങ്കിലും ഇപ്പോൾ പുതിയ മോഡൽ പെട്രോൾ വാഹനങ്ങളാണെന്നുണ്ടെങ്കിലും ടർബോ ഉള്ള വാഹനങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, വണ്ടി ഓടിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിലിട്ട് വണ്ടി ഒന്ന് വാമപ്പ് ആയതിനു ശേഷം മാത്രം ഓവറായിട്ട് കാല് കൊടുത്ത് റേസ് ചെയ്യാണ്ട് വണ്ടി ഒരു മര്യാദ സ്പീഡിൽ, അതായത് നമുക്ക് ത്രോട്ടിൽ കൊടുത്ത് വണ്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ വേണമെങ്കിലും പോകാം. പക്ഷേ ഓവറായിട്ട് ത്രോട്ടിൽ കൊടുത്ത് കയറുന്നതിന് RPM ഓവറായിട്ട് കയറ്റി പോകുന്നതിന് പകരം നമ്മൾ സ്ലോലി ഗ്രാജുവലി വണ്ടി ഓടിച്ച് ത്രോട്ടിൽ കയറ്റി വണ്ടി ആ ഒരു ലീനിയറായിട്ടുള്ള സ്പീഡിനെ കൂട്ടി പോകുന്നതായിരിക്കും എപ്പോഴും ടർബോയുടെ ലൈഫിനും മാത്രമല്ല നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ ലൈഫിനും നല്ലത്. കാരണം ഇപ്പോൾ ഉള്ള മിക്ക വണ്ടികളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു അടുപ്പ് കത്തിക്കാമെന്ന് വെച്ചോ, സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു അടുപ്പ് കത്തിക്കണം. നമ്മൾ ചിരട്ട ഇട്ടിട്ടാണ് അടുപ്പ് കത്തിക്കുന്നത്. ആ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് 2 അടുപ്പിൽ നമ്മൾ ചിരട്ട ഇട്ടിട്ട് കത്തിച്ചു. ഒരു 5 ചിരട്ട വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. സിമ്പിൾ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഒരെണ്ണത്തിലും രണ്ടിനും തീ കൊടുത്തു ഈക്വലായിട്ട് കത്തി, രണ്ടിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് പാത്രങ്ങൾ വെച്ചു. അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണത്തിൽ നമ്മൾ ഊതി കത്തിക്കുകയും ഒരെണ്ണം നോർമലിൽ കത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഊതി കത്തി നിൽക്കുന്നത് പെട്ടെന്ന് ചൂടാവും, ഫാസ്റ്റായിട്ട് വെള്ളം തിളക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അതുപോലെ തന്നെ ഈ ചിരട്ട മൊത്തം പെട്ടെന്ന് കരിയായി പൊടിയായി പോകും. പക്ഷേ ആ പതുക്കെ കത്തിക്കൊണ്ടിരുന്നതുണ്ടല്ലോ, അത് നമുക്ക് വെള്ളം ചൂടാക്കാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കൂടി കുക്ക് ചെയ്യാം. കുറച്ചുകൂടി ടൈം കൂടുതൽ കിട്ടും. ഇപ്പോൾ ഉള്ള മിക്ക എഞ്ചിനുകളും നിങ്ങൾ നോക്കി അറിയാൻ പറ്റും 3 സിലിണ്ടർ എഞ്ചിനായിരിക്കും. നമ്മൾ ഓടിക്കുമ്പോൾ എല്ലാവരും ഈ കൂടുതൽ ആൾക്കാരും പുതിയ വണ്ടികൾ പോയി എടുത്ത് പെടുന്നത് ഈ ഒരു ആ ടർബോയുടെ ഈ പവർ, പെട്രോൾ എഞ്ചിനിൽ വെച്ചിരിക്കുന്ന ഈ ടർബോയുടെ പവർ കൊണ്ടാണ് വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പോൾ പല വണ്ടികളും കേട്ടോ, ചെറിയ വണ്ടികളാണെങ്കിൽ പോലും ടർബോ ചാർജർ എഞ്ചിനിലുള്ള വണ്ടികൾ നമ്മൾ കയറി ഇരുന്ന് കാല് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, സ്ട്രൈറ്റ് റോഡിൽ കിട്ടുന്ന ടോർക്ക് ഉണ്ടാവില്ല വണ്ടിക്ക്. പക്ഷേ വണ്ടിക്ക് നല്ല പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യും. ആ സ്ട്രൈറ്റ് റോഡിൽ ടർബോ ചാർജർ ഓൺ ആകുമ്പോൾ ഒരു പെർഫോമൻസ് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോയി വണ്ടി എടുക്കും. പക്ഷേ ആ വണ്ടി ഒരു 70,000 80,000 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും എഞ്ചിൻ ഭയങ്കരമായിട്ടുള്ള നോയ്സുകൾ, കാര്യങ്ങൾ, പുക, അല്ലെങ്കിൽ ഈ വണ്ടി ടോട്ടലി നമുക്ക് ആ എഞ്ചിൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത അത്രയും കംപ്ലയിൻസ് ആ എഞ്ചിൻസ് കാണിക്കാറുണ്ട്. കൂടുതലും ടാറ്റയുടെ വണ്ടികൾ നിങ്ങൾക്ക് ഇപ്പോൾ ടിയാഗോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നെക്സോൺ ആണെന്നുണ്ടെങ്കിലും 1,00,000 കിലോമീറ്ററിന് മുകളിൽ ഓടിയ വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ, ആ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ടർബോ വെച്ചിട്ടുള്ള വണ്ടികൾ സൂക്ഷിക്കാണ്ട് ഓടിച്ചാലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വണ്ടിയുടെ ടർബോ കംപ്ലയിൻറ്റ്, ഡീസൽ വണ്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ആ ഡീസൽ വണ്ടിയുടെ ടർബോ കംപ്ലയിൻ്റ് ആയി എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ടർബോ ഒരു പ്രാവശ്യം ലീക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എക്സസ് ഓയിൽ നമ്മുടെ ഇൻ്റർകൂളറിലുണ്ടാവും.
ഇൻടേക്ക്, എക്സോസ്റ്റ്, മാനിഫോൾഡ്, അതുപോലെ കാറ്റലറ്റിക് കൺവെർട്ടർ മുതലായിട്ടുള്ള സകലമാന ഭാഗത്തും ഈ കാർബൺ ഡെപ്പോസിറ്റ് ഓവറായിട്ട് ഓയിൽ കരിഞ്ഞ കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രോപ്പറായിട്ട് എല്ലാ ഭാഗവും ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം പുതിയ ടർബോ റീപ്ലേസ് ചെയ്ത് പിന്നീടുള്ള ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം ഒരു 5000 6000 ആ ഒരു റേഞ്ചിൽ കൃത്യമായി ഓയിൽ ചേഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് തന്നെ ഈ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.